പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ അടുക്കൽ ദൈവവചനവുമായി എത്തിച്ചേരുവാൻ തക്കവണ്ണം സർവവല്ലഭനായ കർത്താവ് ഒരുക്കി തന്ന കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ വചനചിന്ത നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലും അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 105 3-4 വാക്യങ്ങൾ വായിക്കാം. ഫോർ അവർ മെഡിറ്റേഷൻ വി ക്യാൻ റീഡ് Psalms 105 verses 3 and 4. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ. അവന്റെ മുഖത്തെ ഇടവിടാതെ അന്വേഷിപ്പീൻ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഇടവിടാതെ അന്വേഷിക്കുക, അവന്റെ ബലത്തെ തിരയുക. ദൈവത്തിന്റെ ബലം എന്ന് പറയുന്നത് അമിത ബലമാണ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് ആശ്രയിപ്പാൻ ഇടയുണ്ട്. എന്നാൽ ഇവിടെ കാണുവാനും കഴിയുന്നത് നമ്മൾ ആരെയാണ് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടത്? യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ എന്ന് കാണുവാനും കഴിയുന്നുണ്ട്. ദൈവത്തെയും ദൈവത്തിന്റെ ബലത്തെയും തിരയുന്നായ ഒരു ദൈവ പൈതലിന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ഒരിക്കലും തോറ്റു പോകത്തില്ല. ദൈവം അവനെ മാനിച്ചു കൊണ്ടിരിക്കും. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി ലോക കാര്യങ്ങളിൽ ഇടപെട്ട് ലോകത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുന്നവർ പലരും തോറ്റു പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഇരുന്ന് മുൻപാകെ ഇരുന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ജീവിതത്തിൽ എപ്പോഴും വിജയം കാണുവാൻ കഴിയും. അതിനെ ഒരു ഉദാഹരണമാണ് ഇന്ന് രാത്രികാലം ചിന്തിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആസ എന്ന് പറയുന്ന ഒരു രാജാവ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ ദൈവമുഖത്തേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചെയ്ത ഒരു രാജാവായിരുന്നു ആസ രാജാവ്. അങ്ങനെ ദൈവമുഖത്തേക്ക് നോക്കിയതായ ആസ രാജാവ് തന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടായെങ്കിലും അവൻ പരാജയപ്പെട്ടില്ല എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 2 Chronicles chapter 14 verses 2 to 6. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായുള്ളത് ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞു. സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അസേരാപ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു. യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. നിൽക്കട്ടെ. ഇവിടെ ആസ എന്ന് പറഞ്ഞ രാജാവ് ഇസ്രയേലിൽ ഭരണമേൽക്കുമ്പോൾ അവൻ ഇസ്രയേലിലെ 6ാമത്തെ രാജാവായിരുന്നു ഈ ആസ രാജാവ്. ഇസ്രയേൽ ഗോത്രം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 2 ഗോത്രങ്ങൾ ഒരു ഭാഗത്തും ബാക്കിയുള്ള ഗോത്രങ്ങൾ മറുഭാഗത്തും. അങ്ങനെ വിഭജിക്കപ്പെട്ടതിന് ശേഷം ഉള്ളതായ സ്വതന്ത്രം യഹൂദാ ഗോത്രത്തിന്റെ രാജാവായി 3ാമത്തെ രാജാവായിട്ട്
കൂടെയാണ് അവൻ രാജ്യഭരണം ഏറ്റെടുത്തെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ആസ രാജാവ് മറ്റുള്ള രാജാക്കന്മാരെക്കാട്ടിലും വിഭിന്നമായ ഒരു സ്വഭാവമുള്ളവനായിരുന്നു. അവൻ 41 വർഷം രാജ്യഭാരം ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. പലരും രാജ്യഭാരം ഏറ്റെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് നിലനിൽപ്പിനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഈ ആസ രാജാവ് അവൻ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളത് ചെയ്തു എന്ന് കാണുവാനും കഴിയുന്നുണ്ട്. എപ്പോഴും ദൈവം ഒരു സ്ഥാനത്ത് ഒരു പൊസിഷനിൽ നമ്മളെ ആക്കുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ ഒരു പൊസിഷനിൽ ആക്കി തീർക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുക, തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, ദൈവ കാര്യങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, ദൈവവൃത്തിയുടെ പ്രവൃത്തിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി തന്നെ ലാഭോളം ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ കടപ്പാട്. ഇവിടെ ആസ രാജാവ് രാജ്യഭാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി ഒന്നും താൻ അധികം ചെയ്തിട്ടൊന്നുമില്ല. എന്നാൽ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാരികളും ഒക്കെ നീക്കിക്കളഞ്ഞു. മാത്രമല്ല അതായിട്ട് കാണാൻ കഴിയും, യഹൂദ ജനത്തോട് യഹൂദയോട് അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. മതി. ആ യഹൂദ ജനത്തോട് അവൻ കൽപ്പന കൊടുത്തത് എന്തുവാണ്? യഹോവയെ അന്വേഷിപ്പാൻ. യഹോവ ആരാണ്? പിതാക്കന്മാരുടെ ദൈവമാണ്. പിതാക്കന്മാരെ സേവിച്ചതായ യഹോവയായ ദൈവത്തെ സേവിപ്പാനും അന്വേഷിപ്പാനും ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. ഇന്നിപ്പം അങ്ങനെയൊന്നും ഉള്ള ഒരു നടപ്പല്ല യഹൂദ ജനത്തിൻ്റെ. എന്നാൽ ഇവിടെ രാജാവ് കൽപ്പിക്കുകയാണ്, മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണവും കൽപ്പനയും ആചരിച്ച് നടപ്പാനും കൽപ്പിച്ചു. സ്തോത്രം. അങ്ങനെ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള പല കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ ചെയ്തതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് നേരെ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. ദൈവകഥനായി ജീവിച്ച് മുൻപോട്ട് പോയി ജനത്തെ ദൈവഭാഗത്തേക്ക് തിരിച്ചു വരുത്തി ദൈവ കാര്യങ്ങളിൽ തൽപരനായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം, ഒരു യുദ്ധം ഉണ്ടാകുന്നത്. അതിൻ്റെ 9 മുതൽ ഒന്ന് വായിച്ചാട്ടെ. അനന്തരം കൂശനായ സേരക് 10,00,000 ആളും 300 രഥവുമുള്ള സൈന്യത്തോടുകൂടെ അവരുടെ നേരെ പുറപ്പെട്ട് മരേശ വരെ വന്നു. ആസ അവന്റെ നേരെ പുറപ്പെട്ടു. അവർ മരേശയ്ക്ക് സമീപം സെബദ താഴ്വരയിൽ പടയ്ക്ക് അണിനിരത്തി. ഇവിടെ വലിയൊരു പ്രതിസന്ധി ആസായ്ക്ക് നേരെ വരികയാണ്. ഒരു വലിയ സൈന്യം, കൂശനായ സേരക് 10,00,000 ആളും 300 രഥവുമുള്ള വലിയ സൈന്യത്തോടു കൂടി ആസായ്ക്ക് നേരെ യുദ്ധത്തിന് വേണ്ടി വരുന്നതായിട്ട് കാണുവാനും കഴിയുന്നുണ്ട്. മാനുഷിക രീതിയിൽ ആസായ്ക്ക് തോൽവിയല്ലാതെ വേറൊരു വഴിയില്ല. ഒന്നിൽ അവരുടെ മുമ്പിൽ അടിയറവ പറയുക, തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ കീഴടങ്ങുക. എതിർത്ത് നിൽക്കുവാൻ യാതൊരു വഴിയും ആസായിക്കില്ല. ആസായിക്ക് അത്രയും മാത്രം സൈന്യബലവുമില്ല. ഏതാണ്ട് പകുതി മാത്രമേ ആസായിക്ക് സൈന്യമുള്ളൂ അവരിൽ നിന്ന് അപേക്ഷിച്ച്. ഒരു വലിയ പ്രയാസത്തിന് നടുവിൽ ആസ ആയിരിക്കുകയാണ്. ആരാണ് ആസ? ദൈവഭക്തനായി ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത്
ജനത്തെ ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു വരുത്തിയതും അത് ആചരിച്ച് നടപ്പാൻ വേണ്ടി കൽപ്പന കൊടുത്തതുമായ ആസാ രാജാവിന് നേരെയാണ് ഈ വലിയ പ്രതിസന്ധികൾ കടന്നു വരുന്നത്. ഇതിനു മുമ്പിൽ ആസ എന്തുവാണ് ചെയ്തതെന്ന് നമുക്ക് അടുത്ത വായിക്കുന്ന വായിച്ചാട്ടെ. ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ആസ എന്തുവാ ചെയ്തത്? തന്റെ ദൈവമായ യഹോവയെ അവൻ വിളിച്ചപേക്ഷിച്ചു. ദൈവജനമേ, ഇന്ന് രാത്രി കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് നേച്ചരിക്കാത്ത സന്ദർഭത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഈ കഴിഞ്ഞ നാളുകളിൽ നടത്തിയതായ ദൈവം, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നതിനായ ദൈവം, ആ ദൈവത്തിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. സ്തോത്രം. ഏത് സമയത്തും ദൈവത്തിന് പ്രവർത്തിപ്പാനും കഴിയും. കാര്യങ്ങളെല്ലാം വളരെ എതിരാണ്. വലിയ സൈന്യമാണ് എതിരെ വന്നിരിക്കുന്നത്. അതിനു മുമ്പിൽ മാനുഷികമായ കണക്കൂട്ടലിന്റെ മുമ്പിൽ തനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. എന്നാൽ അവിടെ താൻ ചെയ്ത കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയൽ രാജ്യങ്ങളിൽ ചെന്ന് ആശ്രയിക്കുകയല്ല ചെയ്തത്, തന്റെ ദൈവമായ ഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. വായിച്ചാട്ടെ. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ല. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ആസയുടെയും യഹൂദയുടെയും മുമ്പിൽ കൂശിരെ തോൽക്കുമാറാക്കി. അപ്പോൾ എപ്പോഴാണ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ, അപ്പോൾ യഹോവയാ ദൈവം ഇവരുടെ മുമ്പിൽ കൂശരെ തോൽക്കുമാറാക്കി. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കടന്നു വന്ന വിശ്വസന്ധിയുടെ നടുവിൽ ഭാരത്തോട് നിലവിളിക്കുമ്പോൾ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ യഹോവയായ ദൈവം കൂശരെ തലയണത്തിന് മുമ്പിൽ തോൽക്കുമാറാക്കി. ആരുടെ മുമ്പിലാണ് തോൽക്കുമാറാക്കിയത്? പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ, ഉപവസിക്കുന്നവന്റെ മുമ്പിൽ, നിലവിളിക്കുന്നവന്റെ മുമ്പിൽ, ദൈവത്തിന് ഹിതവും പ്രസാദവുമായിട്ടുള്ളത് ചെയ്യുന്നവന്റെ മുമ്പിൽ ആമേൻ ശത്രുക്കൾ തോൽക്കുമാറായി. ഇന്ന് രാത്രികാലം പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു യഹോവഭക്തനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിയും കഴിയത്തില്ല. എലിശായുടെ ചുറ്റും വലിയൊരു സൈന്യം വന്ന് പാളയമിറങ്ങിയപ്പോൾ അവിടെ എലിശായെ വിടുവിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നത് ഇസ്രായേലിലെ സൈന്യങ്ങളല്ല. അരാം രാജാവ് വലിയൊരു സൈന്യവുമായിട്ട് വന്ന് ദോതാനിൽ എലിശ താമസിക്കുന്നതിനിടത്ത് വന്ന് അവനെ ചുറ്റും വളഞ്ഞു കിടക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്നത് ആരാണെന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്വർഗീയ ദൂതന്മാരുടെ വലിയൊരു സൈന്യം, അഗ്നിമയമായ രഥങ്ങളും കുതിരകളും അവിടെ ഇറങ്ങി വന്ന് എലിശായെ കാത്തു സംരക്ഷിച്ചു കൊണ്ടിരുന്നുവെന്ന് കാണുവാനും കഴിയുന്നുണ്ട്. ഇന്ന് രാത്രികാലം ദൈവം നോക്കുന്നത് അതേ മനുഷ്യൻ നോക്കുന്നത് പോലെയുള്ളതായ കാര്യങ്ങളല്ല. പ്രാർത്ഥിക്കുന്നതായ, കരയുന്നതായ, സങ്കടം ബോധിപ്പിക്കുന്നതായ,
തന്റെ ജനത്തിനെ വിടുവിക്കുവാൻ വേണ്ടി അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമാണ് ഈ ആസായുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നത്. ആസാ ദൈവത്തോട് പ്രാർത്ഥിച്ച്, യഹോവേ, ബലവാനും ബലഹീനും തമ്മിൽ സഹായിപ്പാൻ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീ അല്ല, ഞങ്ങൾക്ക് മറ്റാരുമില്ല. യഹോവേ, ഞങ്ങൾ രക്ഷിക്കണമേ, മർത്യൻ പ്രബലനാകരുതേ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവയാ ദൈവം കൂശരെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി അവരുടെ മേൽ വലിയൊരു ജയം കൊണ്ടാടിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വലിയ ജയവും ഒക്കെ ലഭിച്ചതായ ഈ ആസായിക്ക് അവന്റെ ജീവിതത്തിൽ ഒരു പ്രവാചകൻ അവന്റെ അടുക്കിലേക്ക് വരുന്നതായിട്ട് കാണുവാനും കഴിയുന്നുണ്ട്. ഒരു ദൂതുമായിട്ട് ദൈവം ഒരു പ്രവാചകനെ അവന്റെ അടുക്കിലേക്ക് അയച്ചു. എപ്പോഴാണ് ദൈവം അയച്ചത്? ഈ വലിയ വിജയം കഴിഞ്ഞപ്പോൾ, ഈ കൂശയുടെ മേൽ വലിയ വിജയം കൊണ്ടാടി കഴിഞ്ഞപ്പോൾ ദൈവം ഒരു പ്രവാചകനെ ഈ ആസായുടെ നേർക്ക് അയച്ച് ദൈവത്തിന്റെ ആലോചന അറിയിക്കുന്നതായിട്ട് കാണുവാനും കഴിയുന്നുണ്ട്. 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അനന്തരം ഓദേദിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞതെന്തെന്നാൽ, ഈ ഓദേദിന്റെ മകനായ അസര്യാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ ആസ എതിരേറ്റ് അവനോട് പറഞ്ഞ എന്തെന്നാൽ, ആസയും എല്ലാ യഹൂദ്യരും ബെന്യാമീനരും അയലോരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ കണ്ടെത്തും. അവനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. അവനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. അപ്പോൾ ദൈവത്തോടു കൂടെ ഇരുന്നു കഴിഞ്ഞാൽ ദൈവം കൂടെ ഇരിക്കും. നിങ്ങൾ അവനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തും. ഉപേക്ഷിച്ചാലോ, ഇനി ദൈവം വേണ്ട ചിന്തിച്ച് മുൻപോട്ട് പോയാലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ദൈവം കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ, ആ കുടുംബത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ ദൈവത്തോടു കൂടെ വസിക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുക എന്നുള്ളതാണ് ഒരു പക്കത്തിന്റെ ജീവിതത്തിൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമേറിയ അവസ്ഥ എന്ന് പറയുന്നത്. ഈ പ്രവാചകനെ ഈ ആസയുടെ അടുക്കിലേക്ക് അയച്ചു പറയിച്ചതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ഈ വലിയ പ്രയാസത്തിന് നടുവിൽ ആരും ആശ്രമില്ലാത്ത സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിനടുക്കിലേക്ക് കടന്നു വരികയും ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്തപ്പോൾ യഹോവയായ ദൈവം എന്താ ചെയ്തത്? ആ കൂശരെ നിങ്ങളുടെ മുമ്പിൽ തോൽക്കുമാറാക്കി. നിങ്ങളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല ആ കൂശയുടെ മേൽ നിങ്ങൾ ജയമെടുത്തത്. കാരണം നിങ്ങളുടെ സൈന്യത്തെക്കാട്ടിലും ഇരട്ടി സൈന്യം അവനുണ്ടായിരുന്നു. 10 ലക്ഷം സൈന്യവും 300 രഥങ്ങളും വലിയ പടയമായിട്ടാണ് അവൻ വന്നത്. മാനുഷികമായ രീതിയിൽ നിങ്ങൾക്കൊരിക്കലും അവനെ ജയിപ്പാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, അവരുടെ മേൽ വലിയ വിജയം നിങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് ഇനിയും ആ ദൈവത്തെ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം. ഇനിയും ആ ദൈവത്തെ തന്നെ നിങ്ങൾ ആശ്രയം വെച്ചുകൊള്ളണം. നിങ്ങളുടെ മക്കളോട് അത് പറയണം. തലമുറകളായി നിങ്ങൾ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ വിട്ട് പിന്മാറിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കും എന്ന് പറയുകയാണ്. അത് പറയാൻ വേണ്ടിയാണ് പ്രവാചകനെ ദൈവം അങ്ങോട്ട് അയച്ചത്. ദൈവം ഒരു പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാ നമ്മൾ നീങ്ങേണ്ടെന്നുള്ള കാര്യങ്ങൾ കൂടെ ദൈവം നമ്മളെ അറിയിക്കും. ദൈവദാസന്മാരിൽ കൂടെ ദൈവം നമ്മളെ അറിയിക്കും. രണ്ടാമതായിട്ട് ഇവൻ
ഇദ്ദേഹം പറയാൻ പോകുന്ന സ്വതന്ത്രം പറയാൻ വേണ്ടി വന്നതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയും ചില നാളുകൾ കഴിയുമ്പോൾ ഇതിലും വലിയ യുദ്ധങ്ങൾ വരും. ആ സന്ദർഭത്തിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കണം, ദൈവത്തെ അന്വേഷിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുവാൻ കൂടെ ആയിരുന്നു, ഒരു മുന്നറിയിപ്പ് കൂടെ ആയിരുന്നു ഈ പ്രവാചകന്റെ ഈ വരവും ഈ ദൂതും ഒക്കെയും അവനോട് പറഞ്ഞത്. അതിനുശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 16-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബയസെ യഹൂദയ്ക്ക് നേരെ വന്നു. യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരുത്തുപോക്കിന് ആരെയും സമ്മതിക്കാത്തവണ്ണം രാമയെ പണിത് ഉറപ്പിച്ചു. ഈ ആസയുടെ വാഴ്ചയുടെ 36-ാമത്തെ ആണ്ടിൽ ഇതാ ശത്രു കയറി വരികയാണ്. അപ്പോൾ വരുത്തുപോക്ക് നിരോധിച്ചു, ഉപരോധം ഏർപ്പെടുത്തി, രാമയെ പണിത് ഉറപ്പിച്ചു. ചില വർഷങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ 2-ാമത്തെ യുദ്ധം ഉണ്ടാകുന്നത് ആസായിക്ക് നേരെ. എന്നാൽ അന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ദൈവമുൻപാകെ കടന്നു വരികയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവനെ വഴികൾ ഒരുക്കി കൊടുക്കുകയും വലിയൊരു ജയം നൽകി കൊടുക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അവന് അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അങ്ങനെ പോകാതെ അവൻ ചെന്ന് അരാംസ രാജാവ് ചെന്ന് ആശ്രയിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വന്ന യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ ആലയത്തിലെയും അവന്റെ രാജധാനിലെയും അതേ ആഭരണങ്ങളും സ്വർണവും എല്ലാം എടുത്ത് കൊടുത്ത് അവനോട് അപേക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ഇന്ന് അനേക ദൈവമക്കൾ ഒരു കാലങ്ങളിൽ ആത്മീയ തീക്ഷ്ണതയിൽ കൊണ്ട് നിന്നവരായിരുന്നു. ദൈവം അപ്പോഴപ്പോൾ ദൈവം അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടുവരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ ലോകത്തിലേക്ക് ആശ്രയം പോയി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ആയിപ്പോയി. വളരെ ഖേദകരമായ ഒരു കാര്യമായിരുന്നു. ഇവിടെ ആസയുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു ഖേദകരമായ കാര്യമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ദൈവം ഹനാനി എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അങ്ങോട്ട് അയച്ചിട്ട് പറയുകയാണ്. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഓടാടിക്കൊണ്ടിരിക്കുന്നു. മതി. ഇവിടെ മുമ്പിൽ ആ പ്രവാചകൻ പറയുന്നുണ്ട്, കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങൾ നിനക്ക് അറിയാമായിരുന്നു. പക്ഷെങ്കിൽ നീ ഇപ്പോൾ ആ വഴിക്ക് പോകാതെ വേറെ വഴിയിലേക്ക് തിരിഞ്ഞു പോയ നിമിത്തമായിട്ട് നിനക്ക് പരാജയം സംഭവിച്ചിരിക്കുകയാണ്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം നോക്കുന്നത് നമ്മുടെ മറ്റ് യാതൊരു കാര്യത്തിന്മേലുമല്ല. ദൈവം നോക്കുന്നത് എപ്പോഴും നമ്മുടെ മനസ്സ് ദൈവമായിട്ട് ഏകാഗ്രമായിട്ടിരിക്കുന്നുണ്ടോ എന്നാണ് ദൈവം എപ്പോഴും നോക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഒരു ദൈവവൈതലിന്റെ ഹൃദയം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏകാഗ്രമായിരിക്കുന്നുവോ എന്നാണ് ദൈവം എല്ലാ കാലത്തും നോക്കുന്നത്. ഏത് വിഷയത്തിലാണെങ്കിലും ശരി, അവന്റെ മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കുന്നുവോ. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്നതായ എൻ്റെ പ്രിയ സഹോദരങ്ങളോട് ആത്മാവിൽ കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇറങ്ങി തിരിച്ച നാളുകളെ പോലുള്ള ആ ഏകാഗ്രത
കർത്താവുമായിട്ടുള്ള ഏകാഗ്രമായ ആ ഉടമ്പടി, ആ വിശ്വസ്തത, ആ ഹൃദയത്തിന്റെ പരമാർത്ഥത നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ, പരീക്ഷിപ്പീൻ. മറ്റുള്ളവരെ അല്ല നമ്മൾ പരിശോധിക്കേണ്ടത്, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന കഴിക്കാം. ഞാൻ ഇന്ന് വിശ്വാസത്തിലാണോ നിൽക്കുന്നത്? എൻ്റെ ഹൃദയം ഇന്നും ഏകാഗ്രമായിട്ട് ഇരിക്കുന്നുവോ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ? ലോകത്തിലേക്ക് എൻ്റെ ഹൃദയം ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന കഴിക്കാം. ഈ രണ്ടാമത്തെ യുദ്ധത്തിൽ ഇവൻ അരാം രാജാവ് ചെന്ന് ആശ്രയിച്ചു. കാര്യമൊക്കെ കുറച്ച് നടന്നെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെങ്കിൽ ദൈവം രണ്ടാമത് വേറൊരു പ്രവാചകനെ വിട്ടിട്ട് പറയുകയാണ്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലാം കൂടാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ വായിച്ച സങ്കീർത്തനം എന്തായിരുന്നു? 105 സങ്കീർത്തനത്തിന്റെ 3-4 വാക്യമാണല്ലോ വായിച്ചത്. ഒന്ന് വായിച്ചാട്ടെ, 105-ന്റെ 3-4. അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ, അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പീൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ, യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരവീൻ, യഹോവയെയും അവന്റെ ബലത്തെയും തെരവീൻ. അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ, അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പീൻ. ഇന്ന് രാത്രികാലം ഈ ദൈവവചനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്നതായ സ്ഥലങ്ങളിൽ, ആയിരിക്കുന്നതായ സാഹചര്യങ്ങളിൽ ഏത് വിഷയത്തിന് മുമ്പിലാണ് ഭാരത്തോടായിരിക്കുന്നത്, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. വിശ്വസിച്ചുകൊണ്ട്, വചനത്തെ ഏറ്റെടുത്തുകൊണ്ട്, വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ആമേൻ, എന്തെങ്കിലും ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ കർത്താവുമായിട്ടുള്ള ഏകാഗ്രതയ്ക്ക് വിഘ്നം വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രികാലം വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടു വരുമെന്ന് ആത്മാവിൽ കൂടെ ഞാൻ നിങ്ങളോട് പ്രസ്താവിക്കട്ടെ. ആകയാൽ ആസായുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ ദൈവത്തിന്റെ കരം അവന് വെളിപ്പെട്ടുവെങ്കിൽ ആ കരം ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ആ കരം ഇന്നും തന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ റെഡിയായിരിക്കുകയാണ്. ആ കരം ഇന്നും നിങ്ങളെ ഉയർത്തുവാൻ ശക്തനാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുന്നാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടുകൊള്ളുവീൻ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അതുകൊണ്ട് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. രാത്രികാലം ഞങ്ങളുടെ ഈ വചനങ്ങൾ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗപിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ മനോഹരമായിരിക്കുന്ന രാത്രികാലം അല്പസമയം ദൈവവചനവുമായി പങ്കിടുവാതൊക്കണം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ തന്ന സാവകാശനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം. ആസായുടെ ജീവിതത്തിൽ തൻ്റെ ഹൃദയം ഏകാഗ്രമായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ വെളിപ്പെട്ട് വന്നതെങ്കിൽ പിന്നത്തെ അവൻ്റെ ഹൃദയം ഏറെ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ അവൻ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ അതേ കരത്തിൻ്റെ
കീഴിൽ താണിരുന്നു കൊണ്ട് ഏറെ നഷ്ടപ്പെട്ട് കളയാതെ വണ്ണം മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കരങ്ങളും വിടുതലുകളും കാണുവാനിടയായി തീരുമല്ലോ. കർത്താവിന്റെ സ്തോത്രം. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു കർത്താവിന് അൻപുള്ള നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. ഈ വചന ചിന്ത എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. എല്ലാവർക്കും ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.